കാട്ടുകള്ളന്മാരാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങളിൽ പലരും അത് വിശ്വസിക്കാൻ മടി കാണിച്ചു. ഇപ്പോൾ എന്തുണ്ടായി? ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിനെ അംഗീകരിച്ചവർ പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. അതാണ് ജൂതരാഷ്ട്രം. അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം വലിയ പാപങ്ങളാണ്. എന്തിനും കൂടെ നിന്ന അമേരിക്കയെ പോലും ചതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കയുടെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് ലോകത്തോട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റെന്തൊക്കെയോ ആണ്. അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സേയില്ല. കൊന്നു കലിയടങ്ങാതെ തുടരുകയാണ് ഇസ്രായേൽ. ഇപ്പോഴിതാ അമേരിക്കയെ പോലും ചതിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഉറ്റമിത്രമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് അമേരിക്കയുടെ വാക്കിന് പുല്ല് വില നൽകുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കണ്ടത്. ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുതിയ വെടിനിർത്തലും ബന്ദിമോചന കരാറുകളും ഇസ്രായേലി സർക്കാരിന് ഒട്ടും സ്വീകാര്യമല്ല എന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളുടെ ആ ആഗ്രഹം പോലും ഇസ്രായേൽ തൃണവൽക്കരിക്കുകയാണ്. അവർക്ക് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അതിന് നെതന്യാഹുവിന്റെ രാഷ്ട്രീയം തന്നെയുണ്ട്. എന്തായാലും ഈ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം. വെടിനിർത്തലിനായി ഹമാസ് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെയും ബന്ദികളെ മോചിപ്പിക്കാനുള്ള കഴിവിനെയും ദുർബലപ്പെടുത്തുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പ്രസ്താവിക്കുന്നത്. ഹമാസ് വെടിനിർത്തലിന് തയ്യാറായിട്ടും യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേലിന് അങ്ങനെയൊരു തീരുമാനം സ്വീകാര്യമാകുന്നതേയില്ല. എന്തുകൊണ്ടാണ് ഇസ്രായേൽ അതിന് തയ്യാറാകാത്തത്? മറ്റൊന്നുമല്ല, ഇസ്രായേലിന് ഗാസ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം. ഗാസയിൽ ഫലസ്തീൻ വംശജർ ഇല്ലാതാകണം. അവരുടെ വംശം മുടിഞ്ഞു പോകണം. പട്ടിണിക്കിട്ട് പോലും അവരെ ഇല്ലാതാക്കണം എന്ന് മാത്രമാണ് അവരുടെ ചിന്ത. യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേൽ പിന്നെ എങ്ങനെയാണല്ലേ ചിന്തിക്കുക? ഹമാസ് അടങ്ങാൻ തയ്യാറായിട്ടും അതിന് തയ്യാറാകാതെ പിന്നെയും ഹമാസിനെ ഇല്ലാതാക്കണം, വേരോടെ അറക്കണമെന്നും ശഠിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിലവിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുമ്പോഴും അതിന് തയ്യാറാകാതെ ബന്ദികളായ സ്വന്തം ജനതയുടെ ജീവന് പോലും വില കൊടുക്കാതെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചെയ്തു കൂട്ടുന്ന പാപം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് പോലുമില്ല. അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ എന്തും ചെയ്യുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ നാണം കെട്ടിട്ടുണ്ട്. വൈനറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കരാർ ഹമാസിന് കീഴടങ്ങുന്നതിന് തുല്യമായാണ് ഇസ്രായേൽ കാണുന്നത്. ആദ്യ ദിവസം 5 ജീവനുള്ള ബന്ദികളെ മാത്രം വിട്ടയക്കുക, 60 ദിവസത്തിന് ശേഷം 5 പേരെ കൂടി വിട്ടയക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഇസ്രായേൽ 2 മാസം മുമ്പ് കൈവശം വെച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് സൈന്യത്തെ പിൻവലിക്കുകയും ഗാസയിലേക്ക് വിപുലമായ മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യേണ്ടി വരും. ഹമാസ് തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യയും വിറ്റ്കോഫും കരാറിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. 2 മാസത്തിന് ശേഷം 5 ബന്ദികളെ കൂടി ലഭിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഹമാസ് ആയിരിക്കുമെന്നും ഒരു ഇസ്രായേലി സർക്കാരും ഇതിന് സമ്മതിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആരംഭിച്ച ചട്ടക്കൂടിൽ നിന്ന് ഈ വ്യവസ്ഥകൾ വ്യത്യസ്തമാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത്. 70 ദിവസത്തെ വെടിനിർത്തലും 2 ഗ്രൂപ്പുകളായി 10 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകത്ത് മനസാക്ഷിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല ചെയ്യുന്ന നടപടി കണ്ടു നിൽക്കാൻ ശേഷിയില്ലെന്നും ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇത് ഇനിയും തുടർന്നാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും തന്നെയാണ് അവരുടെ നിലപാട്. ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുന്നത് ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റ്യൻസൻ ആഹ്വാനം ചെയ്തത്. ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തില്ലെങ്കിൽ ഉറച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ എന്നിവ പറഞ്ഞതിന് പിന്നാലെയാണ് ക്രിസ്റ്റ്യൻസന്റെ പ്രസ്താവന വരുന്നത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളെയാണ് മനുഷ്യ കവചങ്ങളായി പ്രവർത്തിക്കാൻ ഇസ്രായേൽ സൈന്യം തിരഞ്ഞെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിരുന്നു. അതായത് എത്രത്തോളം മാരകമാണ് അവരുടെ യുദ്ധരീതി എന്നത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. യുദ്ധനീതിയിൽ മനുഷ്യ കവചങ്ങൾ ഉണ്ടാകരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ടും അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെല്ലാം പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ തങ്ങളെ മനുഷ്യ കവചങ്ങളാക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി ഫലസ്തീൻ ജനതയുടെ വാദത്തെ ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അവർ തുറന്ന്
സമ്മതിച്ചിരിക്കുകയാണ് തങ്ങൾ ചെയ്തത്. ഫലസ്തീൻ ജനതയെ മനുഷ്യകവചങ്ങളായി ഉപയോഗിച്ച് യുദ്ധത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ വരെ സമ്മതിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര നിയമപ്രകാരം സിവിലിയന്മാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതായത് വളരെ വലിയ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, യുദ്ധത്തിന് ചില നീതികളൊക്കെ ഉണ്ട്. യുദ്ധം നടത്തേണ്ടത് സൈനികർ തമ്മിലാണ്. മാത്രവുമല്ല അവിടെ സിവിലിയൻസ്, അതായത് പൗരന്മാർ, സാധാരണക്കാർക്കോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തിനോ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നാണ് യുദ്ധത്തിന്റെ നിയമം. പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. യുദ്ധത്തിൽ മനുഷ്യകവചങ്ങൾ ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ലെന്നും എന്നാൽ മുൻപത്തേക്കാളും ഇപ്പോഴത് വ്യാപകമായി എന്നും മുൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരും അതുപോലെ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വ്യക്തമാക്കുന്നുണ്ട്. മാർച്ച് 18-ന് വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഇസ്രായേലാണ് ഗാസയിൽ ആക്രമണം ആരംഭിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഹമാസ് തിരിച്ചടി തുടങ്ങിയത്. കൈവശമുള്ള എല്ലാ ബന്ദികളെയും വിട്ടയക്കാമെന്നും പകരമായി ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നുമായിരുന്നു ഹമാസിന്റെ ആദ്യത്തെ ആവശ്യം. ഇത് തള്ളിയ നെതന്യാഹു താൽക്കാലികമായി വെടിനിർത്തലിന് താൽപ്പര്യമുള്ളൂ എന്നും ബന്ദികളെ വിട്ടയക്കാമെന്നും നിലപാടെടുത്തു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്ത ശേഷമേ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും പ്രഖ്യാപിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 54,000 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വീടടക്കം നഷ്ടമായി അഭയാർത്ഥികളായി മാറി. ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ കുട്ടികളടക്കമുള്ളവർ വലയുകയാണെന്ന് രാജ്യാന്തര സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച സമാധാന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചുവെന്ന് ഫലസ്തീൻ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. ഈ നിർദ്ദേശത്തിൽ 70 ദിവസത്തെ താൽക്കാലിക യുദ്ധവിരാമം, ഇസ്രായേൽ തടവിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനികരുടെ ഭാഗിക പിൻവാങ്ങൽ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഈ നിർദ്ദേശം തള്ളുകയാണ് ചെയ്തത്. ഇത് വാഷിംഗ്ടണിൽ നിന്നുള്ളതല്ലെന്നും ഇസ്രായേൽ സർക്കാർ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ നിലപാട് കടുപ്പിക്കുന്നത്. അതായത് അമേരിക്ക ഇങ്ങനെ ഒരു ചതി ചെയ്യില്ലെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇത് ചതിയല്ല. അതായത് എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അവിടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇതിൽ നിന്ന് മുൻകൈ എടുക്കുന്നതും ട്രംപിനെ പോലുള്ള ഒരു ബിസിനസ്സുകാരൻ ഇതിലേക്ക് കടന്നു വരുന്നതും ഒക്കെ തന്നെ. എന്തായാലും അമേരിക്കയുടെ ഈ രീതികളോട് കൃത്യമായിട്ട് ഇസ്രായേൽ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ മുഴുവൻ സൈനിക ശേഷിയും ഭരണ സംവിധാനവും ഇല്ലാതാക്കുന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ്. ഇസ്രായേൽ ഹമാസ് പിടിച്ചിട്ടുള്ള എല്ലാ തടവുകാരെയും മോചിപ്പിച്ചാൽ മാത്രമേ തൽക്കാലം യുദ്ധവിരാമം പരിഗണിക്കുന്നു എന്നാണ് ഇവരുടെ, അതായത് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ മൂലം ഗാസയിൽ 54,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. ഭക്ഷ്യസാധനങ്ങളുടെ കുറവ്, മരുന്നുകളുടെ അഭാവം, കുടിവെള്ളത്തിന്റെ അപര്യാപ്തത എന്നിവ മൂലം മനുഷ്യന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്. ജർമ്മൻ ചാൻസലർ ഹിഡ്രിച്ച് മെർസ് ഇസ്രായേലിനെ അതിക്രമം ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകി. ഐറിഷ് പാർലമെന്റ് ഇസ്രായേൽ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിക്കാൻ ബിൽ അവതരിപ്പിച്ചു. UN ഗാസയിലെ മനുഷ്യാവസ്ഥയെ മാനവിക ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. UAE, ഖത്തർ, ഈജിപ്ത് എന്നിവയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. ഇസ്രായേൽ, ഹമാസ്, US പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും സ്ഥിരമായിട്ടുള്ള ഒരു യുദ്ധവിരാമം സംബന്ധിച്ചിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളിൽ ഇനിയും ഒരു ധാരണയിലെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ ഹമാസിന്റെ മുഴുവൻ സൈനിക ശേഷിയും ഭരണ സംവിധാനവും ഇല്ലാതാക്കുന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് പിടിച്ചിട്ടുള്ള എല്ലാ തടവുകാരെയും മോചിപ്പിച്ചാൽ മാത്രമേ താൽക്കാലിക യുദ്ധവിരാമം പരിഗണിക്കൂ എന്നാണ് പറയുന്നത്. രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അതിർത്തിയിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമെന്ന് പറയുന്ന ഒരു രാജതന്ത്രം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടതുമാണ്. ഇതേപോലുള്ള ഒരു സംഭവം ഇസ്രായേലിന് പറയാനുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണല്ലോ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം നേരിടുന്ന ഒരു നേതാവ് കൂടിയാണ്. അതായത് ഇപ്പോൾ നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാടുകളിൽ പലതും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകൾ എതിർക്കുന്നുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിലെ ചില യാഥാസ്ഥിക വിഭാഗക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അവസ്ഥയും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തുന്നതിനും ആഭ്യന്തര വിയോജിപ്പുകൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന പരസ്പര ആരോപണത്തെ തുടർന്ന് വീണ്ടും ഗാസയിൽ നരനായാട്ടിന് തുടക്കം കുറിച്ച് ഇസ്രായേൽ തന്നെയാണ്. കൂടുതൽ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് വിസമ്മതിച്ചതായി ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം ഇസ്രായേൽ സമ്മതിച്ച വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് ഹമാസ് ആരോപിച്ചു. ഈ തകർച്ച ശത്രുത പുനരാരംഭിക്കുന്നതിൽ മാത്രമാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ആഭ്യന്തര രാഷ്ട്രീയ ചലനാത്മകതയുടെ സ്വാധീനത്തിൽ ഹമാസ് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾക്കുള്ള ഒരു പ്രതികരണം തന്നെയാണ്. കൂടാതെ ഇത് കാര്യമായ മാനസിക ആശങ്കകൾക്ക് കാരണവുമായിട്ടുണ്ട്. സൈനിക നടപടികളുടെ ആനുപാതികതയും നിയമസാധുതയും കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിൽ സ്ഥിതി സങ്കീർണമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇസ്രായേലിന്റെ മനസ്സിലുള്ള കാര്യം എന്തായിരിക്കും?
ഗാസ മുനമ്പിലുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുക എന്നത് മാത്രമാണോ അവരുടെ ലക്ഷ്യം? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തണേ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.